ദൈവത്തെ പോലും തന്ത്രപരമായി ഒഴിവാക്കുന്ന ദൈവമാതാവ് എന്ന സങ്കല്പത്തിലെ വൈരുദ്ധ്യങ്ങളും ആൾമാറാട്ടവും അപകടവും നാം തിരിച്ചറിയണം. റോമൻ കത്തോലിക്ക മതത്തിലെ ഏറ്റവും പ്രധാന വ്യക്തി ഒരു സ്ത്രീയാണ്. അവൾ ദൈവത്തെ പോലും മൂടി മറച്ചു കളയുന്നു, ദൈവത്തിന് പോലും ബദലായി വളരുന്നു. ഈ പുതിയ മറിയത്തിന് യേശുവിനും ദൈവത്തിനും കൂടി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയും ബഹുമാനവും കിട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുതിയ മറിയമാണ് റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ഹൃദയം. എല്ലായിടത്തു നിന്നും ഈ മറിയത്തിന് ലഭിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെങ്കിൽ മറിയം ദൈവത്തെ പോലെ തന്നെ ആയിരിക്കണം. അങ്ങനെ ഈ മറിയത്തിന് സർവശക്തിയുടെ പരിവേഷവും തന്നിൽ ആശ്രയിക്കുന്നവരെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന ഒരു അഭിപ്രായവും കെട്ടിച്ചമച്ചിരിക്കുകയാണ്. എത്രയും ദയുള്ള മാതാവേ എന്നൊക്കെയുള്ള പ്രാർത്ഥനയുടെ ഉള്ളടക്കം നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. കത്തോലിക്ക സഭയുടെ പ്രായോഗിക ആത്മീയ ജീവിതത്തിൽ മറിയത്തെ പിതാവായ ദൈവത്തോട് സാമ്യപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ദൈവം നമ്മുടെ പിതാവാണ്, മറിയം നമ്മുടെ അമ്മയാണ്. യേശു ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. അതുപോലെ തന്നെ യേശു മറിയത്തിൻ്റെ ഏകപുത്രനായി ചിത്രീകരിക്കുന്നു. ദൈവം സർവശക്തൻ, മറിയവും സർവശക്ത. ദൈവം സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടം, മറിയം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. ദൈവം കരുണയുടെ പിതാവാകുന്നു, മറിയം കരുണയുടെ മാതാവാകുന്നു. മറിയത്തിൻ്റെ പ്രതിമകൾക്ക് മുമ്പിൽ മുട്ടുകുത്തുക, അവയുടെ പാദങ്ങളിൽ മുത്തുക, അവയെ സ്തുതിക്കുകയും അവയുടെ മുമ്പിൽ പരാതികൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നിവ വഴിയായി സൃഷ്ടാവായ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ഭക്തി ഈ പുതിയ മറിയത്തിന് പ്രതിമകൾക്ക്, മനുഷ്യൻ്റെ കരവേലകൾക്ക് നൽകുന്നു. അങ്ങനെ ജനങ്ങൾ വിഗ്രഹാരാധികളായി തീരുന്നു. ദൈവം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതൊന്നും ഇവർ കേൾക്കുന്നില്ല. അതിനാൽ ഇതെല്ലാം പരിഷ്കൃതവും പരിശുദ്ധവും എന്ന് തോന്നത്തക്ക രീതിയിൽ നടക്കുന്ന ഒരുതരം ദേവതാ പൂജയാണ്. മറിയത്തോടുള്ള വണക്കം മനാസ രാജാവിൻ്റെ അശേര ദേവിയോടുള്ള വണക്കത്തേക്കാൾ ഒട്ടും മെച്ചമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ വചനവിരുദ്ധമായ സ്ഥാനപ്പേരുകളിലൂടെ ദുരാത്മാക്കൾ മനുഷ്യരിലേക്ക്, അവരുടെ ജീവിതചര്യകളിലേക്ക് നുഴഞ്ഞു കയറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന സ്ഥാനപ്പേര് കർത്താവിൻ്റെ ദാസി എന്നാണ്. അല്ലാതെ ദൈവമാതാവ് എന്നോ പരിശുദ്ധ അമ്മ എന്നോ നിത്യകന്യക എന്നോ ഒന്നുമല്ല. ഇതെല്ലാം മനുഷ്യർ കൊടുത്ത പേരുകളാണ്, സ്ഥാനപ്പേരുകളാണ്, പദവികളാണ്. അത് പാടില്ലാത്തതാണ്. ദൈവവചനവിരുദ്ധമായ സ്ഥാനപ്പേരുകൾ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിളിക്കുന്നതും എല്ലാം വാസ്തവത്തിൽ തിന്മയാണ്. ഓരോ വാക്കും, നാം പറയുന്ന ഓരോ വാക്കിനും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ തത്വം ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് എന്നാണ്. മാത്രമല്ല ദൈവവചനപ്രകാരം നമ്മുടെ അമ്മ സ്വർഗീയ യെരൂശലേമാണ്.